അമ്മേ എന്തോ എന്തുവാ ഇന്ന് സ്പെഷ്യൽ? മോളെ അതാണ്ട വാട്ടക്കപ്പയും മത്തിയും കൂടെ ഒരു കുഴ ഉണ്ടാക്കുക ഇന്ന്. നമുക്ക് ഉച്ചക്കലത്തേക്ക് അടിപൊളിയായിട്ട് ഇത് കഴിക്കണം. അയ്യോ, നല്ല കിടിലം മത്തിയാണേ കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? കപ്പ നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കപ്പ ഇട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുക. തിള വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പിടുന്നത്. ഇതിന് ഒരു അരപ്പ് റെഡിയാക്കുക. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി ഇടുക, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പെരിഞ്ജീരകമോ അല്ലെങ്കിൽ പെരിഞ്ജീരക പൊടിയോ ഇടാം. പെരിഞ്ജീരകം ഇടുന്നതാണ് ഫ്ലേവറിന് നല്ലത്. അപ്പം നമ്മൾ പെരിഞ്ജീരകമാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത് കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളക് കുരുമുളകോ ഇടാം. നമ്മൾ പൊടിയാണ് ഇടുന്നത്, സോറി. പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരിക്കലും പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കരുത്. അങ്ങനെ അരച്ചെടുത്താൽ ഇതിനൊരു ടേസ്റ്റ് കൊള്ളില്ല കേട്ടോ. പിന്നെ വേണ്ട നമ്മുടെ കപ്പ തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ഉപ്പ് പിടിക്കുക, തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം നല്ലവണ്ണം ഊറ്റിക്കളഞ്ഞ് നല്ല ഡ്രൈ ആയ പരുവത്തി എടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് ശകലം ഇളക്കി വെച്ച് കൊടുത്തിട്ട് ഈ മത്തി പിറക്കി ഇങ്ങനെ വെക്കുക. മത്തിയെല്ലാം ഇങ്ങനെ പിറക്കിയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ദാണ്ട് അരപ്പിടുക. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദാണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ അങ്ങോട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടപ്പേ വെച്ച് ഇത് വേവണം. മത്തി ഇനി നല്ലതുപോലെ വേകണം. ഇനി കപ്പയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പെടുക്കട്ടെ. കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. ഇത് ഇനിയാണ്ട ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് അടിക്ക് കിടക്കുന്ന മത്തി മുകളിലാക്കണം. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടുന്നത്. എന്നിട്ട് മത്തി മുള്ള് വേറെ വേറെ വരുമ്പോൾ നമ്മളത് അടർത്തി എടുത്ത് മാറ്റി വെക്കുക. പിന്നെ ഇതിൽ ചെറിയ ചെറിയ മുള്ളുകളൊക്കെ കാണും. അത് പിന്നെ നമ്മളങ്ങ് പറക്കി അങ്ങ് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഇളക്കുമ്പോൾ മത്തിയുടെ മുള്ള് വേറാകും. കണ്ടേ, മുള്ളെല്ലാം ഇങ്ങനെ വേറെ എടുക്കാം നമുക്ക്. ഇവിടെ എത്തിയേ. ഇനി ദാണ്ട ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പക്ഷെ നല്ല മുള്ളുണ്ട്. അയ്യോ, സൂക്ഷിച്ച് കഴിച്ചോണം, ഇല്ലെങ്കിൽ മുള്ളൊക്കെ ചെറിയ മുള്ളുണ്ട്. അത് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളെ പോലുള്ള വലിയവർക്ക് നന്നായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണിത്, നല്ലതാ കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത്. അതെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.